ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്തമനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ ആഴ്ചയിൽ 2 ദിവസം വച്ച്, അതായത് ഞായറാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ കുറച്ച് സമയം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള 18 പുരാണങ്ങളിൽ ഒരു പുരാണമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വേദാന്ത സാരസർവസ്വമായിട്ടുള്ള മുക്തി പ്രദാനം ചെയ്യുന്ന ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഓരോ ശ്ലോകം ചൊല്ലി അതിൻ്റെ അർത്ഥം പറയാം എന്നുള്ള ഒരു സങ്കല്പത്തോടുകൂടി ഇവിടെ ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇരിക്കുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാ ഭക്തമനസ്സുകൾക്കും ഭഗവാനോട് അഗൈതവമായിട്ടുള്ള ഭക്തിയും, ഭക്തിയിൽ നിന്ന് ജ്ഞാനവും, ജ്ഞാനത്തിൽ നിന്ന് വൈരാഗ്യവും ഉണ്ടാവും എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ തന്നെ ഒരു പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ്. ഭക്തി, ആദ്യം ഭക്തി, രണ്ടാമത് ജ്ഞാനം, മൂന്നാമതായിട്ട് വൈരാഗ്യം, അതായത് വിഷയങ്ങളിൽ നിന്നുള്ള വിരക്തി. വിഷയങ്ങളാണ് നമ്മളെ ഓരോരോ കെട്ടുപാടുകളിലേക്ക് കൊണ്ടുപോയി ചാടിപ്പിക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ തിരിച്ച് കൊണ്ടുവന്ന് ആ ഭഗവാനിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിപ്പിച്ചിട്ട് ആ ഭഗവാനോടുള്ള ഭക്തി മൂലം നമുക്ക് വൈരാഗ്യമുണ്ടാവുന്നു. അപ്പോൾ ഭാഗവത ശ്രവണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം എന്ന് പറയുന്നത് ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഹൃദയത്തിലുണ്ടായി ആ മനസ്സ് മറ്റ് ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് മനസ്സിന് ആനന്ദം, സന്തോഷം, ആനന്ദമയമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് ഓരോ ജന്മത്തിനും കടക്കാൻ കഴിയും എന്നുള്ളതാണ്. ഭക്തിമാന്മേ പ്രിയോത്തരഹ, ഭക്തിയുള്ളവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകാരം ആ ഭഗവാനെ സ്തുതിക്കുന്ന, ഭഗവാനിലേക്കുള്ള ഭക്തി വളർത്തുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. 12 സ്കന്ധങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്ന ആ വിഷയങ്ങളിൽ ഒരു സ്ഥായി രസം തന്നെ എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് 4ാമത്തെ ശ്ലോകം തൊട്ടാണ്. കഴിഞ്ഞ ദിവസം പ്രഥമസ്കന്ധത്തിലെ 3 ശ്ലോകങ്ങളാണ് നാം കേട്ടത്. ഇന്നു മുതൽ നമുക്ക് ശ്ലോകം 4 എന്ന് 4ാമത്തെ പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ ശ്ലോകം തൊട്ടാണ് കേൾക്കാനുള്ളത്. എല്ലാവരും ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗവതം ഗ്രന്ഥം ഉണ്ടെങ്കിൽ, ഒരു വ്യാഖ്യാനം ഉള്ളതുണ്ടെങ്കിൽ അത് ഒരെണ്ണം വാങ്ങി വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മൂലം ആകുമ്പോഴത്തേക്കും സംസ്കൃത പദങ്ങളാണ്, നമുക്കതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഭാഗവതം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 300 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1-2 വോളിയങ്ങളായിട്ട് ഗുരുവായൂർ ദേവസ്ഥനെ മൂലം ഭാഗവതം കിട്ടും. അത് എല്ലാവരും വാങ്ങി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ച് കഴിയാവുന്നത്ര ഒരു ശ്ലോകമെങ്കിലും ഒരു ദിവസം പാരായണം ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരോടും ഉള്ള ഒരു പ്രാർത്ഥന. ഇന്നത്തെ ശ്ലോകം 4ാമത്തെ ശ്ലോകം. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസതാം. അതായത് ഈ നൈമിഷം എന്ന് പേരായിട്ടുള്ള അനിമിഷക്ഷേത്രേ, ആ നൈമിഷം എന്ന് പേരായിട്ടുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ശൗനകാദയ, അതായത് ശൗനകൻ ആദിയായിട്ടുള്ള ഋഷയഃ, ആ ഋഷികൾ സ്വർഗായ ലോകായ, അതായത് സ്വർഗപ്രാപ്തിക്കായിട്ട്. എന്താണ് ഭക്തന്മാരുടെ സ്വർഗപ്രാപ്തി എന്ന് പറയുന്നത്? ആ ഭഗവാൻ ശ്രീഹരിയുടെ ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ള ഒരു സൗഭാഗ്യമാണ് സ്വർഗായ ലോകായ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സഹസ്രസമം, അതായത് 1000 സംവത്സരം നടത്തുന്നതായിട്ടുള്ള സത്രം, അതായത് ഒരു യാഗമാണത്. സത്രം അതായത് സത്തുക്കളുള്ളതാണ് സത്രം, സത്യം ഉള്ളത്, സത്യം വെളിപ്പെടുന്നതാണ് സത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ സത്രം, ആ സദ, അങ്ങനെ ഒരു സത്രം അനുഷ്ഠിക്കുകയാണ്. അതായത് ഈ നൈമിഷം എന്ന് പേരായിട്ടുള്ള
ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ അതൊരു പുണ്യസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു പുണ്യസ്ഥാനത്തിൽ ശൗനകാദി മഹർഷിമാർ ഭഗവാനെ പ്രാപിക്കണം, ഭഗവാൻ വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ ശ്രീഹരിയെ പ്രാപിക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി, അതാണ് സങ്കല്പം. അതാണ് നമുക്ക് എന്ത് പ്രാർത്ഥന എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു സങ്കല്പം ഉണ്ടാവണം എന്നുള്ളത്. ഒന്നുകിൽ നമുക്ക് ഭക്തി ഉണ്ടാകണം, അല്ലെങ്കിൽ ജ്ഞാനമുണ്ടാകണം, വൈരാഗ്യമുണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാവണം, നമ്മുടെ ഒരു നല്ല മനസ്സായി മാറണം, ജീവിതം എപ്പോഴും തെളിഞ്ഞതാകണം, നമ്മുടെ പ്രതിബന്ധങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം മാറി ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം, നമുക്കെല്ലാവരെയും സ്നേഹിക്കാനായിട്ട് കഴിയണം, നമ്മളെ എല്ലാവരും സ്നേഹിക്കണം. ഇതുപോലെയുള്ള ഒരു സങ്കല്പമൊക്കെ നമുക്കെപ്പോഴും അത് നല്ല പോസിറ്റീവായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു സങ്കല്പം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ മഹർഷിമാരുടെ ഈ മുനിമാരുടെ സങ്കല്പം എന്ന് പറയുന്നത് ആ ഭഗവാൻ ശ്രീഹരിയെ പ്രാപിക്കണം, ഭഗവാന്റേതായി മാറണം എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടിയാണ് അവർ 7 ദിവസവും, സപ്താഹം എന്നൊക്കെ പറയുന്നത് 7 ദിവസമാണ്. ഇവിടെ 7 ദിവസമല്ല, 1000 സംവത്സരം കൊണ്ട് അവസാനിക്കുന്നത്. ഇത് 1000 സംവത്സരം, 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അങ്ങനെ ആ യാഗം ആരംഭിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. അതായത് ഇനി നൈമിഷാരണ്യം എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് പറയുകയാണ്. അതായത് ഈ മഹർഷിമാർക്ക്, മുനിമാർക്ക് കലിബാധ കൂടാതെ, അതായത് ഈ ഭൂമിയിൽ കലിബാധ കൂടാതെ ഭഗവാനെ ഭജിക്കാനായിട്ട്, ഭഗവാനെ സേവിക്കാനായിട്ട് അതിന് ഉത്തമമായിട്ടുള്ളൊരു സ്ഥലം ഏതാണെന്ന് ഉപദേശിക്കാനായിട്ട് ആ മുനിമാരെല്ലാവരും കൂടി ബ്രഹ്മലോകത്തിലെത്തി ബ്രഹ്മാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുപോലെ ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് കലിബാധ ഏൽക്കാത്ത ഒരു സ്ഥലം കാട്ടിത്തരാമോ എന്ന് ചോദിക്കുകയാണ്. സൃഷ്ടികർത്താവായിട്ടുള്ള ആ ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പമാത്രത്തിൽ കോടി സൂര്യന്മാരുടെ പ്രഭയുള്ള ഒരു ചക്രം അദ്ദേഹം ആ മഹർഷിമാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഏത് സ്ഥലത്തെത്തുമ്പോൾ ഈ ചക്രം അത് പൊടിഞ്ഞ് ഇല്ലാണ്ടാകുന്നുവോ ആ സ്ഥലം ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞു. ഏറ്റവും ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട്, ഭഗവാനെ ഭക്തി ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഈ മുനിമാർക്ക് ഈ ചക്രത്തെ നൽകി. അങ്ങനെ ആ മുനിമാർ ആ ചക്രം ഉരുട്ടി അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അത് പൊട്ടിയുടഞ്ഞ് ഇല്ലാതെയായി. അപ്പം ആ നേമി എന്ന് പറഞ്ഞാൽ ചക്രം എന്നാണ് അർത്ഥം. അപ്പം നേമി ശീർണമായ സ്ഥലം, അതാണ് നൈമിഷാരണ്യം ഉള്ള ഒരു പേര് വന്നത്. ഈ കഥ നമുക്ക് വായുപുരാണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു ശ്ലോകം ഒരു പ്രാവശ്യം കൂടി വായിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാവുന്നതാണ്. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമവാസതാം. അടുത്ത 5ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ത ഏകതാതു മുനയ പ്രാതർ ഹുദഹുദാഗ്നയ സത്കൃതം സൂതമാസീനം പ്രപ്രച്ചുരിതം ആദരാത്. അതായത് ത ഏകത മുനയഃ പ്രാതഃ ഹുദാഗ്നയഃ സത്കൃതം സൂതം ആസീനം പപ്രച്ചു ഇതം ആദരാത്. അതായത് പ്രാതഃ, അതായത് ഒരു ദിവസം രാവിലെ, ഹുദാഗ്നയഃ, അതായത് അന്നൊക്കെ എല്ലാവരും മഹർഷിമാരും മുനിമാർ അഗ്നിഹോത്രാദി കർമ്മങ്ങളൊക്കെ എല്ലാ ദിവസവും അനുഷ്ഠിക്കുമായിരുന്നു. അങ്ങനെ ആ അഗ്നിഹോത്ര കർമ്മങ്ങളൊക്കെ അതിനുശേഷം തേ മുനേഹ, ആ മഹർഷിമാർ ഏകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ ആസീനം, സുഖമായിട്ട് ഇരിക്കുന്നവനും, പിന്നെയോ സത്കൃതം, സൽക്കരിക്കപ്പെട്ടവനുമായിട്ടുള്ള ആ സൂതൻ്റെ അടുക്കലേക്ക്, ആ സൂതനോട് ഇതം എന്ന് പറഞ്ഞാൽ ഇതിനെ, ആദരാത്, വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി പപ്രച്ചു എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നുള്ളതാണ് അർത്ഥം.
വളരെ സിമ്പിളായിട്ടുള്ള ശ്ലോകങ്ങളാണ്. മൂലം ഭാഗവത ഈ പറയുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം ഏകദേശം മലയാളം വാക്കിന് സമമായിട്ടുള്ള വാക്കുകളൊക്കെ തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കിത് വായിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ഒരു ദിവസം മുനിമാരെല്ലാവരും പ്രഭാതത്തിൽ സ്നാനാദി നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം, അങ്ങനെ നിത്യ അഗ്നിഹോത്രവും ചെയ്ത ശേഷം സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സൂതൻ്റെ അടുത്തേക്ക് സമീപത്ത് ചെന്നിട്ട് വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി ചോദിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് ചോദിക്കാനുണ്ടെങ്കിൽ, അവരിൽ നിന്ന് ആവശ്യപ്പെടാനുണ്ടെങ്കിൽ, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഏറ്റവും പ്രഭാതത്തിലൊക്കെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരാൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണെങ്കിൽ അത് കൂടുതൽ അത് നമുക്ക് അറിയാനുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്കത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ സൂത പൗരാണികരുടെ അടുത്ത് ചെന്നിട്ട് ഈ മുനിമാരെല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന, അതായത് ഒരാൾ ഒരു ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം നിന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ കൂടി ഒരു പക്ഷേ കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ഒരു പാഠം, ഒരാൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണെങ്കിൽ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തോട് നിന്ന് ഒരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ അത് 99.9% നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സൂത പൗരാണികനോട് ഈ മഹർഷിമാർ ചെന്ന് ചോദിക്കുകയാണ്. ഋഷയ ഊചുഹോ, ആ മുനിമാർ പറയുകയാണ്, ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതാം. ഒന്നുകൂടെ വായിക്കാം. ഋഷയാ ഊചോ ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി അന്യുതാം. പറയുകയാണ്, വല്ലയോ അനഘ. അനഘ, അഘം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. ഹേ അനഘ എന്ന് പറഞ്ഞാൽ അല്ലയോ പാപരഹിത, അഘരഹിതനായിട്ടുള്ള ത്വയാ ഭഗവാനെ നിന്നാൽ, അവിടെ നിന്നാൽ സേതിഹാസാനി, ഇതിഹാസാനി, അതാണ് സേതിഹാസാനി, ഇതിഹാസങ്ങളോട് കൂടിയ പുരാണാനി, പുരാണങ്ങളും, കാരണം എല്ലാം മലയാളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. യാനി ധർമ്മശാസ്ത്രാണി ഉത, അതായത് യാനി യാതൊരു ധർമ്മശാസ്ത്രാണി, ധർമ്മശാസ്ത്രങ്ങളും അധീതാനി പഠിക്കപ്പെട്ടു, അവിടെ നിന്നാൽ പഠിക്കപ്പെട്ടു, അഭി എന്ന് മാത്രമല്ല, എന്ന് തന്നെയല്ല, ആഖ്യാതാനി അത് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി അന്യുതാം. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. അപ്പോൾ ഇത് വായിക്കാൻ പഠിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമാകും. പക്ഷേ ഇത് വായിച്ച് അറിവുള്ള ആൾക്കാർ എന്നോട് ക്ഷമിക്കണം. ഒരു പ്രാവശ്യം കൂടി വായിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് പഠിക്കാനും വായിക്കാനും ഒരു താല്പര്യമുണ്ടാകും. അതുകൊണ്ടാണ് 2-3 പ്രാവശ്യം ഈ ശ്ലോകം വായിക്കുന്നത്. ഋഷയ ഊചോ ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി അന്യുതാം. ചാനഘ എന്ന് വായിക്കരുത്, ച അനഘ, എവിടെ കേൾക്കണം, ചാനഘ അങ്ങനെ വായിക്കണം. അതുപോലെ തന്നെ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതാം. യാനി പ്ലസ് ഉതായാണ്, യാന്യുത എന്ന് കേൾക്കണം, യാന്യുതാം. അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു ഇങ്ങനെയാണ് ശ്ലോകം വായിക്കേണ്ടത്. അപ്പോൾ പറയുകയാണ്, അല്ലയോ ഋഷിമാർ പറയുകയാണ്, അല്ലയോ സൂത, ഭഗവാനെ അവിടത്തേക്ക് പരിശുദ്ധമായിട്ടുള്ള അന്തരംഗമുള്ള, അതായത് അശുദ്ധമായിട്ടുള്ള മനസ്സുള്ള, അല്ലയോ സൂത, ഈ ഇതിഹാസങ്ങളും അതുപോലെ തന്നെ നമുക്കറിയാം ഇതിഹാസങ്ങൾ ഭാരതത്തിൽ 2 ഇതിഹാസമാണുള്ളത്. അതിലൊന്ന് രാമായണവും ഒന്ന് മഹാഭാരതവുമാണ്. അപ്പോൾ ആ ഇതിഹാസങ്ങളും അതുപോലെ തന്നെ പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം സൂത മഹർഷിയെ അവിടുന്ന് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത്
അങ്ങ് ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അത് പഠിപ്പിക്കാനായിട്ട്, അവരുടെ ഉള്ളിലേക്ക് അത് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട്, അവരെ ധരിപ്പിക്കുവാനായിട്ട് അവയുടെ അർത്ഥസഹിതം അവിടുന്ന് ഏവർക്കും അത് അറിയത്തക്ക വിധം വ്യാഖ്യാനിക്കാനും കൂടി അങ്ങക്ക് കഴിവുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഋഷിമാർ വന്നിട്ട് പറയുകയാണ്, അല്ലയോ ആ പാപരഹിതനായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള അന്ധക്കരണമുള്ള അല്ലയോ സൂത, അങ്ങ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അങ്ങ് എന്താ പറയുക, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവും അങ്ങേക്കുണ്ട്. അങ്ങ് നന്നായിട്ടത് പഠിച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ളവരോട് അതിനെ വ്യാഖ്യാന സഹിതം പഠിപ്പിക്കാനുള്ള ഒരറിവും കഴിവും അങ്ങേക്കുണ്ടല്ലോ. ഇത്രയാണ് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം ശ്ലോകം. ഋഷയ ഊചു, ഋഷിമാർ പറയുകയാണ്, ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി അന്യുത. മലയാളം പോലെ ഇത്ര എളുപ്പമാണ്. അടുത്ത ശ്ലോകം 7. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാപരവിദോ വിദോ. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാപരവിദോ വിദോ. പറയുകയാണ്, സൂത അല്ലയോ സൂത, മഹർഷിമാർ പറയുകയാണ്, അല്ലയോ സൂത മഹർഷേ, വിദാം അറിവുള്ളവരിൽ വച്ച്, വിത്ത് എന്ന് പറയുന്നത് അറിവ് എന്നുള്ളതാണ്. അപ്പോൾ വിദാം എന്ന് പറഞ്ഞാൽ ആ അറിവുള്ളവരിൽ വച്ച് ശ്രേഷ്ഠ, അങ്ങ് വളരെ ഉത്കൃഷ്ടനാണ്, ശ്രേഷ്ഠനാണ്. ഭഗവാൻ ബാദരായണ, ഭഗവാൻ ബാദരായണ. ഭഗവാൻ ബാദരായണ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യാസമഹർഷിയാണ് മഹിമയേറിയിട്ടുള്ള, അതായത് ഭഗവാന്റെ തന്നെ ഒരു അംശാവതാരമാണ്, വിഷ്ണു ഭഗവാന്റെ ഒരു അംശാവതാരമായിട്ടുള്ള വ്യാസഭഗവാനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ബാദരായണ. വളരെ അറിവുള്ള ആൾക്കാർ പറയുമ്പോൾ പോലും വെറുതെ വ്യാസൻ, വേദവ്യാസൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഉച്ചരിക്കേണ്ടത് ഭഗവാൻ വേദവ്യാസ മഹർഷി എന്നുള്ളതാണ്. അതായത് ഭഗവാന്റെ തന്നെ അംശാവതാരമാണ്. ഭഗവാൻ തന്നെയാണ് വേദവ്യാസ മഹർഷിയായിട്ട് അവതരിക്കുന്നത്. അങ്ങനെ ആ ഭഗവാൻ ബാദരായണൻ, ബാദരായണൻ എന്ന് പറഞ്ഞാൽ ആ വേദവ്യാസ മഹർഷി യാനി യാതൊന്നുകളെ വേദ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണ്, അറിഞ്ഞിരിക്കുന്നുവോ, പരാപരവിധ. അതായത് പരാപരവിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തെയും അപരത്തെയും കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്. അതായത് അതിൻ്റെ പച്ച മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഗുണ ബ്രഹ്മവും നിർഗുണ ബ്രഹ്മസ്വരൂപവും. അതാണ് സഗുണ ബ്രഹ്മമുണ്ട്, നിർഗുണ ബ്രഹ്മസ്വരൂപം. അപ്പോൾ ഈ പരാപരവിധ, അതായത് ഈ സഗുണ ബ്രഹ്മത്തെയും നിർഗുണ ബ്രഹ്മത്തെയും നന്നായിട്ട് അറിയുന്നത്. അന്യേ മുനയഹാച, മറ്റു മുനികളും, അന്യേ മുനയഹ മറ്റു മുനികളും, യാനി യാതൊന്നുകളെ വിദുഹു അറിഞ്ഞിരിക്കുന്നുവോ. അതിൻ്റെ ബാക്കി അടുത്ത ശ്ലോകത്തിലാണ്. ആ ശ്ലോകം കൂടെ വായിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടുകയുള്ളൂ. അപ്പം ഇത്രയാണ്, അല്ലയോ വിദ്വാൻമാരുടെ സംഘത്തിലെ ഏറ്റവും മഹിമയേറിയിട്ടുള്ള ഭഗവാൻ, ഉത്കൃഷ്ടനായിട്ടുള്ള ആ ഭഗവാൻ വ്യാസമഹർഷിയും അതുപോലെ തന്നെ സഗുണ നിർഗുണ ബ്രഹ്മസ്വരൂപത്തെ വേണ്ടതുപോലെ അറിവുള്ള മറ്റു മുനിമാരും എന്തറിഞ്ഞിരിക്കുന്നുവോ. അതായത് ഇവിടെ അദ്ദേഹത്തിന് ആ വ്യാസമഹർഷിയുടെ ഒപ്പം, ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ ഒപ്പം തന്നെയാണ് ഇവിടെ ഉപമിക്കുന്നത് മറ്റു മഹർഷിമാർ. അല്ലയോ സൂത, അങ്ങ് വിദ്വാൻമാരുടെ സംഘത്തിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടനാണ് ഭഗവാൻ വേദവ്യാസ മഹർഷി. അപ്പോൾ അദ്ദേഹം സഗുണബ്രഹ്മം, അതായത് ആ ഗുണങ്ങളോട് കൂടിയ, അതായത് ഭഗവാൻ ഒരു രൂപം പൂണ്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ രൂപത്തിലിരിക്കുന്ന ഭഗവാനെയും. ഇനി നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗുണമില്ലാത്ത ബ്രഹ്മം എന്നാണോ? അല്ല, അതായത് ഈ ഗുണങ്ങളെ എല്ലാം അതിക്രമിച്ച് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ
ഭഗവാൻ. അതായത് അത് മുനിമാർക്ക് മാത്രമേ ആ ഒരു ഈശ്വരനെ ആരാധിക്കാനുള്ള കഴിവുള്ളൂ. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ നിർമ്മലമായിട്ടുള്ള കോമളമായിട്ടുള്ള ആ രൂപം കണ്ടുകൊണ്ട്, അതാണ് സഗുണ ബ്രഹ്മം എന്ന് പറയുന്നത്. ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണ ഭക്തന്മാർ ഭഗവാനെ പൂജിച്ച് ആരാധിക്കുന്നത്. അതും വളരെ ഉത്കൃഷ്ടം തന്നെയാണ്, അത് മോശമൊന്നുമല്ല. അപ്പോൾ സാധാരണ ഒരു ഭക്തൻ്റെ തലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സഗുണ ഉപാസനയാണ്, ഭഗവാന്റെ പൂർണ്ണാകാരത്തിലുള്ള സ്വരൂപത്തോടു കൂടി ഭഗവാനെ ഭജിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. പക്ഷെ ഒരു രൂപമില്ലാതെ ഭഗവാനെ ഭജിക്കുക എന്ന് പറയുന്നത് ആ ആധ്യാത്മിക തലത്തിൻ്റെ ഔന്നത്യത്തിലെത്തിയ മഹാത്മാക്കൾക്ക്, മഹർഷിമാർക്ക്, സന്യാസിമാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സഗുണ ബ്രഹ്മത്തെയും നിർഗുണ ബ്രഹ്മസ്വരൂപത്തെയും വേണ്ടതുപോലെ അറിഞ്ഞിട്ടുള്ള മറ്റു മുനിമാരും മറ്റു മുനിമാരെന്തെല്ലാം അറിഞ്ഞിരിക്കുന്നുവോ, അതിൻ്റെ ബാക്കി അടുത്ത ശ്ലോകത്തിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിരിക്കുള്ളൂ. വേദ ത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതാം. വേദ ത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതാം. ഇതിൻ്റെ പദം ഒന്ന് പിരിച്ചു നോക്കാം, എൻ്റെ വ്യാഖ്യാനം അന്വയം ഒന്ന് നോക്കാം. അല്ലയോ സൗമ്യ, സൗമ്യ, അല്ലയോ ശാന്തസ്വഭാവം ഉള്ള തത് സർവം, അതൊക്കെ തത് സർവം, ഇതൊക്കെ മലയാള വാക്ക് പോലെ തോന്നുന്നുണ്ടല്ലേ. തത് സർവം, അതൊക്കെയും തദനുഗ്രഹാത്, ഇവിടെ തത്വതസ്തദനുഗ്രഹാത് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊരു സന്ധിയാണ്. അപ്പോൾ അവിടെ സായ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൂട്ടി അത് എഴുതുന്നത്. പക്ഷേ ഇത് പദം പിരിക്കുമ്പോൾ എങ്ങനെ വരും? തത്വത തദനുഗ്രഹാത്, തത്വതഃ പ്ലസ് തദനുഗ്രഹാത്, തത്വതസ്തദനുഗ്രഹാത് എന്ന് വായിക്കാം. അപ്പം പദം പിരിക്കുമ്പോൾ എങ്ങനെ സ്തതെന്ന് വായിക്കേണ്ട ആവശ്യം, തദനുഗ്രഹാത്, അവരുടെ അനുഗ്രഹം കാരണമായിട്ട്, തത്വതഃ അങ്ങ് ആ തെറ്റുകൂടാതെ, ത്വം അങ്ങ്, വേദ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ച ഒരു വാക്കാണ് വേദ, അറിയുന്നു, ഗുരവഃ ഗുരുക്കൾ അല്ലെങ്കിൽ ഗുരുക്കന്മാര്, സ്നിഗ്ധസ്യ, സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള, വാത്സല്യമുള്ള എന്നൊക്കെയാണ് അർത്ഥം. സ്നിഗ്ധസ്യ ശിഷ്യസ്യ ശിഷ്യന്മാർക്ക്, ഗുഹ്യം അഭി എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടുള്ള കാര്യവും കൂടി, ഗുഹ്യം അഭി വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി, ബ്രൂയുഹു ഉദ, അതായത് ബ്രൂയുഹു എന്ന് പറഞ്ഞാൽ പറയും എന്നുള്ളതാണ്. പറയും, ഉദ നിശ്ചയമായിട്ടും, അല്ലയോ സൗമ്യ സ്വഭാവമുള്ള സൂത, എന്താ പറയണ, ഈ മുനിമാര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവകയൊക്കെയും ആചാര്യന്മാരുടെ അനുഗ്രഹം, അതായത് സഗുണ നിർഗുണ ബ്രഹ്മത്തെ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള മറ്റു മുനിമാർ എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നു, അല്ലയോ സാധുശീല, ആ കാര്യങ്ങളൊക്കെ ആചാര്യന്മാരുടെ അനുഗ്രഹം നിന്നിൽ ഉണ്ടായത് കൊണ്ട്, അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആചാര്യന്മാരുടെ അനുഗ്രഹം, അതായത് ആചാര്യന്മാരുടെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമുക്കുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞ് വരികയുള്ളൂ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പം ഇവിടെ പറയുകയാണ്, അല്ലയോ സൂത, ആ ആചാര്യന്മാരുടെ അനുഗ്രഹത്താൽ നീ പഠിച്ചതുകൊണ്ട്, അല്ലയോ സൂത, അങ്ങക്ക് അവരുടെ ഉപദേശപ്രകാരം നീയും എല്ലാം അറിഞ്ഞിരിക്കുന്നുവല്ലോ, അല്ലെങ്കിൽ അങ്ങും എല്ലാം അറിഞ്ഞിരിക്കുന്നുവല്ലോ. സ്നേഹമുള്ള പറയുകയാണ്, സ്നിഗ്ധസ്യ ശിഷ്യസ്യ, ആ സ്നേഹമുള്ള ശിഷ്യനോട് ആചാര്യന്മാര് സാധാരണ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ അവരോട് പറയാൻ പാടില്ലാത്തതായിട്ടുള്ള രഹസ്യകാര്യം കൂടി തീർച്ചയായും പറയും എന്നുള്ളതാണ്. ഇവിടെ രഹസ്യം എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത്, രഹസ്യം എന്ന് പറയുന്നത് ആധ്യാത്മിക വിദ്യയാണ്, ആത്മതത്വമാണ്, അല്ലാതെ മറ്റു രഹസ്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ഭാഗവതത്തിൽ അല്ലെങ്കിൽ പുരാണങ്ങളിലൊക്കെ നാം ഗുഹ്യം അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്നത്, അതായത് രഹസ്യം ആരും കേൾക്കാൻ പാടില്ലാത്തത് എന്നുള്ളതല്ല, ഇത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റ് രഹസ്യങ്ങളൊന്നുമല്ല ഇതിനകത്ത്. രഹസ്യം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ആ ആത്മതത്വം, ഈശ്വരനെ കുറിച്ചുള്ള തത്വങ്ങൾ പറഞ്ഞാൽ അത്
കുറച്ച് അത് മനസ്സിലാക്കാനായിട്ട് അങ്ങനെയുള്ള ആത്മതത്വം ഉപദേശിക്കണമെങ്കിൽ അതിനുള്ള ഒരു തലത്തിലേക്ക്, ആ ഗുരുവിൻ്റെ ആ ഒരു തലത്തിലേക്ക് ശിഷ്യൻ ഉയരുമ്പോൾ മാത്രമാണ് ഒരു ആത്മതത്വം ഗുരു ആ ശിഷ്യന് ഉപദേശിക്കുക ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സ്നിഗ്ധസ്യ ശിഷ്യസ്യ, ഏറ്റവും എന്താ പറയുക, ഏറ്റവും സ്നേഹമുള്ള ശിഷ്യനോട് അത് ആ ഗുരുക്കന്മാർ പറയും. അതുകൊണ്ട് അങ്ങും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്താണ് ആ പരാപരവിധ, അതായത് പരത്തെയും അപരത്തെയും കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലേ? സഗുണബ്രഹ്മത്തെയും നിർഗുണ ബ്രഹ്മത്തെയും മറ്റ് മുനിമാർ എങ്ങനെ അറിഞ്ഞിരിക്കുന്നുവോ അങ്ങും ഇതൊക്കെ അങ്ങും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. തത്ര, അടുത്ത ശ്ലോകം, ഒരു പ്രാവശ്യം കൂടി ഈ ശ്ലോകം വായിക്കാം. വേദ ത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയുഃ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതാം. മലയാളം പോലെ വളരെ വളരെ എളുപ്പമായിട്ടുള്ളൊരു രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. തത്ര, അടുത്ത 9ാമത്തെ ശ്ലോകം. തത്ര തത്രഞ്ജസായുഷ്മൻ ഭവതായത് വിനിശ്ചിതം പുംസാമേകാന്തത ശ്രേയ സ്തന്ന ശംസിതുമർഹസി. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതായത് വിനിശ്ചിതം പുംസാമേകാന്തത ശ്രേയസ്തന്ന ശംസിതുമർഹസി. അല്ലയോ ആയുഷ്മൻ, അല്ലയോ ആ ദീർഘായുസുള്ള സൂത, വീണ്ടും ആ സൂതനോട് പറയുകയാണ്, അല്ലയോ ആയുഷ്മൻ, തത്ര തത്ര, അതാതില് പുംസാം, പുംസാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഭൂമിയിലുള്ള പുണ്യ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മനുഷ്യർക്ക് ഏകാന്തത, ഒറ്റക്കിരിക്കുക എന്നുള്ള അർത്ഥം, നാശമില്ലാത്തതായിട്ടുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ ശ്രേയഹ, ശ്രേയസ്സിനുള്ള ആ ഒരു സാധനം, ആ ഒരു കാര്യം, ഭവതാ, ഭവാനാൽ, ഭഗവാനെ അവിടുന്നാൽ, വിനിശ്ചിതം, നിശ്ചയിക്കപ്പെട്ടത്, യത് തത്, യത് എന്ന് പറഞ്ഞാൽ യാതൊന്നോ, തത് അത്, യത് തത് അത്, യാതൊന്നോ അത്, നഹ ഞങ്ങളോട്, അഞ്ജസ പരമാർത്ഥമായിട്ട്, അഞ്ജസ വളരെ പരമാർത്ഥമായിട്ട് സത്യമായിട്ട്, ശംസിതും എന്ന് പറഞ്ഞാൽ പറയാനായിക്കൊണ്ട്, അർഹസി അർഹിക്കുന്നു. അതായത് അല്ലയോ ആ ദീർഘായുസുള്ള സൂത, അതായത് ഓരോരോ ഗ്രന്ഥങ്ങളിൽ നിന്നും മനുഷ്യർക്ക്, പുണ്യശീലന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് നാശരഹിതമായിട്ടുള്ള ശ്രേയസ്സിനെ, അതായത് ഇന്ന് ജനിച്ച് നാളെ മരിച്ചു പോകുന്നവനാണ് മനുഷ്യൻ, അല്ലേ? അപ്പോൾ ആ നാശരഹിതമായിട്ടുള്ള ആ ശ്രേയസ്സിനെ, പക്ഷേ ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ശ്രേയസ് നിലനിൽക്കണമെങ്കിൽ അത് ഭഗവത് അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ശ്രേയസ്സിനെ സാധിക്കുന്നതിന് മതിയായിട്ടുള്ള അനുഷ്ഠാനം അല്ലെങ്കിൽ ആ ഉപാസന ഏതാണെന്ന് ആ ഭഗവാനെ അവിടുന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അവിടുന്ന്, അല്ലയോ ഭവാനെ സൂത, അവിടുന്ന് സത്യസന്ധമായിട്ട് ആർജവത്തോടു കൂടി ഞങ്ങളോട് പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം എത്ര ഗംഭീരമായിട്ടാണ്, എത്ര ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻ്റ്, ഒരു നീക്കമാണ് ഇവിടെ മഹർഷിമാർ, ശൗനകൻ ആദ്യമായിട്ടുള്ള മഹർഷിമാർ ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് നോക്കി. ആ സൂതന് ആദ്യം തന്നെ ദീർഘായുസ് നേരുകയാണ്, അല്ലേ? എന്നിട്ടോ അനുഗ്രഹദ്വാര, അല്ലേ? ആ ആയുഷ്മാൻ എന്ന് പറയുന്നത് അങ്ങക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു നല്ല വാക്കോടുകൂടി തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും ഇവിടെ സൂതനോട് കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടെ മഹർഷിമാർ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു മനുഷ്യന് നാശരഹിതമായിട്ടുള്ള ശ്രേയസ്സിനെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായിട്ടുള്ള അനുഷ്ഠാനം ഏതാണെന്ന് അവിടുന്ന് സൂത അങ്ങയ്ക്ക് അറിയാം. അതിനെ അങ്ങ് ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. ഒന്നുകൂടെ വായിക്കാം ശ്ലോകം. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യത് വിനിശ്ചിതം പുംസാം ഏകാന്തത
ശ്രേയസ്തന്ന ശംസിതും അർഹസി. അപ്പോൾ ഇപ്പോൾ 9 ശ്ലോകങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്ക് അടുത്ത ദിവസം, ഇനി അടുത്ത ബുധനാഴ്ച 10ാമത്തെ ശ്ലോകം തൊട്ട് കേൾക്കാം. നമ്മൾ കുറച്ച് പതുക്കെയാണ് ഭാഗവതം കേട്ടുപോകുന്നത്. അപ്പം കേൾക്കുന്ന അത്രയും ഭാഗം വ്യക്തമായിട്ടും അത് മനസ്സിലാകത്തക്ക രീതിയിൽ അത് കേൾപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ശ്ലോകങ്ങൾ എടുത്ത് വെച്ചിട്ട് അത് വ്യാഖ്യാനിച്ച് പറഞ്ഞു പോകുന്നത്. ഇത് കേൾക്കുന്ന ആ ഭക്തന്മാരുടെ ഉള്ളിൽ, ആ സജ്ജനങ്ങളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകണം, ഭഗവാനോട് പ്രേമമുണ്ടാകണം, ഭഗവാന്റെ ഒരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഭാഗവതം കേൾപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഇത് പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ. എല്ലാ വാക്കുകളും ഭഗവാന്റെ തൃപാദങ്ങളിൽ പൂജാപുഷ്പങ്ങളായിട്ട് അർച്ചന ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്തേ.